ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് 5th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ ആണ് കേട്ടോ. അതിലെ സെക്കൻഡ് ചാപ്റ്റർ ആയ ഫുഡ് ആൻഡ് ഹ്യൂമൻ. ഈ ചാപ്റ്ററാണ് എടുക്കുന്നത്. 2024 സിലബസ് മാറിയിട്ടുണ്ട്. പുതിയ സിലബസ് ആണ് കേട്ടത്. അപ്പോൾ ഫുഡ് ആൻഡ് ഹ്യൂമൻ എന്താണ് ഇവിടെ? ഭക്ഷണവും മനുഷ്യരുമാണ് അല്ലേ. ഇവിടെ നോക്കിയോ, October 16. Today there was a food fest in our school in connection with World Food Day. എന്താണ്? ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് ഇന്ന് സ്കൂളിൽ ഭക്ഷ്യമേള ഉണ്ടായിരുന്നു. എന്ത് രസമായിരുന്നോ! ഹൗ ഇൻട്രസ്റ്റിംഗ് ഇറ്റ് വാസ്. എന്ത് രസമായിരുന്നു അല്ലേ. ഓൾ ഓഫ് us brought different dishes as our teacher had instructed. എന്താണ് ടീച്ചർ പറഞ്ഞ അതനുസരിച്ച് എന്താണ് ക്ലാസ്സിലെ കൂട്ടുകാരൊക്കെ എല്ലാവരും എന്താക്കി ഓരോരോ വിഭവങ്ങൾ കൊണ്ടുവന്നു. I visited every stall with my friends. What a variety of dishes. അപ്പോൾ എന്താണ് ഞാനും കൂട്ടുകാരും ഓരോ സ്റ്റാളും കണ്ടു നടന്നു അല്ലേ. എന്തെല്ലാം വിഭവങ്ങൾ. വാട്ട് എ വെറൈറ്റി ഓഫ് ഡിഷസ് മെയ്ഡ് ഫ്രം ടപ്പിയോക്ക, ജാക്ക് ഫ്രൂട്ട്, മില്ലറ്റ്സ്, ട്യൂബേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് വേർ ദർ. എന്തൊക്കെയാണുള്ളത്? കപ്പയും ചക്കയും ചെറുധാന്യങ്ങളും കിഴങ്ങുകളും പഴവർഗ്ഗങ്ങളും കൊണ്ടുള്ള വ്യത്യസ്ത വിഭവങ്ങൾ അല്ലേ. പിന്നെ മെനി ഫുഡ് ഐറ്റംസ് ലൈക്ക് ലഡു, ഹൽവ, പായസം, കേക്ക്, സ്വീറ്റ്സ് ആൻഡ് പിക്കിൾസ് വേർ ഓൾസോ ദർ. എന്താണ്? പായസം, ലഡു, ഹൽവ, കേക്ക്, മിഠായികൾ, ഉപ്പിലിട്ടത്, അങ്ങനെ എത്രമാത്രം വിഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. സീയിങ് ഓൾ ദോസ് മൈ മൗത്ത് വാട്ടേഡ് അല്ലേ. ഇതെല്ലാം കണ്ട് എൻ്റെ നാവിൽ വെള്ളം നിറഞ്ഞു. ദെൻ അവർ ക്ലാസ് ടീച്ചർ ഓൾസോ ജോയിൻഡ് us. അപ്പോഴാണ് എന്ത് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ഞങ്ങളോടൊപ്പം കൂടി അല്ലേ. ടീച്ചർ ബോട്ട് അസ് സ്വീറ്റ്സ് ആൻഡ് പായസം. ടീച്ചർ എന്താക്കി ഞങ്ങൾക്ക് മിഠായികളും പായസവും ഒക്കെ വാങ്ങിത്തന്നു. ഹൗ ടേസ്റ്റി ഇറ്റ് വാസ്. എന്ത് രുചിയായിരുന്നെന്നോ. ദീസ് ഫ്ലേവേഴ്സ് സ്റ്റിൽ സ്റ്റേ ഓൺ മൈ ടങ്. ഇപ്പോഴും അവയുടെ രുചി നാവിൽ തങ്ങി നിൽക്കുന്നു. ഇത് ആരുടേതാണ്? ഇതെന്താ ഡയറിയാണ് അല്ലേ. ഹൗ ഹാവ് യു റീഡ് ദ ഡയറി എൻട്രി ഓഫ് എ സ്റ്റുഡൻറ് നെയിംഡ് സിബി. എന്താണ്? സിബി എന്ന വിദ്യാർത്ഥി എഴുതിയ ഒരു ഡയറി എൻട്രി ആണ് അല്ലേ. ഡയറി കുറിപ്പാണിത് അല്ലേ. അവൻ നിങ്ങൾ വായിച്ചല്ലോ അല്ലേ. വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് മെൻഷൻ ഇൻ ദ ഡയറി ഐറ്റംസ്. എന്തൊക്കെ വിഭവങ്ങളെ കുറിച്ചാണ് ഈ കുറിപ്പിൽ സൂചിപ്പിക്കുന്നത്? എന്തൊക്കെയാണ്? ടപ്പിയോക്ക, ജാക്ക് ഫ്രൂട്ട്, മില്ലറ്റ്, ട്യൂബേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. പിന്നെ എന്താണ് വിഭവങ്ങൾ? ലഡു, ഹൽവ, പായസം, കേക്ക്, സ്വീറ്റ്സ് ആൻഡ് പിക്കിൾസ് അല്ലേ. ഇതെല്ലാം ഉണ്ട്. ബിസൈഡ്സ് ദിസ്, ഇത് കൂടാതെ എന്താണ്? ഇവ കൂടാതെ വാട്ട് ആർ ദ അതർ ഫുഡ് ഐറ്റംസ് യു ഹാവ് ഹാഡ്. ഇത് കൂടാതെ നിങ്ങൾ മറ്റെന്തെല്ലാം ഭക്ഷ്യവിഭവങ്ങളാണ് നിങ്ങൾ കഴിച്ചിട്ടുള്ളത്? പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ദം. അതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ദ ഫുഡ് വി ഈറ്റ് ഹാസ് എ വെരി ലോങ് ഹിസ്റ്ററി. നാം കഴിക്കുന്ന ഭക്ഷണത്തിന് വളരെ വലിയൊരു ചരിത്രമുണ്ട് അല്ലേ. ഡോണ്ട് യു വിഷ് ടു നോ ദാറ്റ് ഹിസ്റ്ററി. ആ ചരിത്രം അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? obtaining food, ഭക്ഷണ സമ്പാദനം. You know that food is one of the essential elements for human survival. എന്താണ് ഹ്യൂമൻ സർവൈവലിന്റെ മനുഷ്യരുടെ നിലനിൽപ്പിന് എന്താണ് അത്യാവശ്യമായ ഒരു ഘടകങ്ങളിൽ ഒന്നാണ് എന്ത്? ഭക്ഷണം എന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലെ. ഓൾ ലിവിങ് തിങ്സ് നീഡ് ഫുഡ്. എല്ലാ ജീവജാലങ്ങൾക്കും എന്താണ്? ഫുഡ് ആവശ്യമാണ് അല്ലെ. Their food during early times was mainly leaves, fruits, tubers and grains. എന്താണ് ആദിമകാലത്ത്, പണ്ട് കാലത്തൊക്കെ എന്താണ് ആദിമകാലത്തൊക്കെ ഇലകള്, ലീവ്സ്, പിന്നെ പഴങ്ങൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ എന്നിവയായിരുന്നു ഈ ജീവികളുടെയൊക്കെ ഭക്ഷണം. ബിസൈഡ്സ് സം ക്രീച്ചേഴ്സ് കിൽഡ് അതർ ക്രീച്ചേഴ്സ് ആൻഡ് ഹാഡ് ദെയർ ഫുഡ്. എന്താണ് കൂടാതെ എന്താണ് ഇവര് ചില ജീവികൾ മറ്റ് ജീവികളെ കൊന്നു ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇൻ ദ ബിഗിനിങ് ഹ്യൂമൻസ് വെർ ഓൾസോ ലൈക്ക് ദാറ്റ്. എന്താണ് മനുഷ്യരും ആദ്യം അങ്ങനെ തന്നെയായിരുന്നു. ഇവിടെ നോക്കൂ, ചിത്രം കണ്ടല്ലോ. ദ പിക്ചേഴ്സ് ഗിവൺ. ഇത്തന്നിരിക്കുന്ന ചിത്രം നോക്കുക. എന്താണ് ഇതിലുള്ളത്? ഒരാള് ഇവരെ എല്ലാം കൂട്ടായിട്ട് എന്താണ് മാനിനെ പിടിക്കുകയാണ്. മാനിനെ പിടിച്ചു കൊണ്ടുവരുന്നുണ്ട്. പിന്നെ മീനിനെ പിടിക്കുകയാണ് അല്ലേ. The picture given above indicates the different methods of obtaining food by the early humans. What details do you understand from this picture about the obtaining of food of early humans? എന്താണ് ഈ ആദിമ മനുഷ്യരുടെ എന്താണ് ഏർലി ഹ്യൂമൻസിന്റെ പണ്ടുള്ള അല്ലെ ആദിമ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ സൂചിപ്പിക്കുന്ന ചില ചിത്രങ്ങളാണ് മുകളിൽ നൽകിയിരിക്കുന്നത് അല്ലെ. ഇതിൽ നിന്ന് അക്കാലത്തെ മനുഷ്യരുടെ ഈ എന്താണ് ഒബ്റ്റെയിനിങ് ഓഫ് ഫുഡ്, ഭക്ഷണ സമ്പാദനത്തെ കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ദേ ഗാതേർഡ് ഫുഡ് അല്ലെ. അവരെന്താ ഭക്ഷണം ശേഖരിച്ചിരുന്നു. പിന്നെന്താണ് അവര് ഭക്ഷണം ശേഖരിച്ചിരുന്നു. പിന്നെ മീൻ പിടിച്ചിരുന്നു, മൃഗങ്ങളെ കൊന്നിരുന്നു അല്ലെ, കൊന്നു തിന്നിരുന്നു, അങ്ങനെയൊക്കെ അല്ലെ. പിന്നെന്താണ് വാട്ട് മൈറ്റ് ബി ദ ഫുഡ് ഐറ്റംസ് ദേ ഹാഡ് ഒബ്റ്റെയിൻഡ് ത്രൂ ഹണ്ടിങ് ആൻഡ് ഗാദറിങ്.
എന്താണ് വേട്ടയാടലിലൂടെയും ശേഖരണത്തിലൂടെയും അവർക്ക് എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കളായിരിക്കാൻ ലഭിച്ചിട്ടുണ്ടാവുക? വേട്ടയാടലിലൂടെയും ഭക്ഷണ ശേഖരത്തിലൂടെയൊക്കെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അല്ലെ, കായ്കറികൾ കിട്ടിയിട്ടുണ്ടാവും. റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്, വേരുകളും കിഴങ്ങുകളും കിട്ടിയിട്ടുണ്ടാവും. പിന്നെന്തൊക്കെയാണ്? മീറ്റ്സ് കിട്ടിയിട്ടുണ്ടാവും അല്ലെ, ഹണ്ടിങ്ങിലൂടെ മീറ്റ് കിട്ടില്ല, ഇറച്ചി കിട്ടും. പിന്നെന്തൊക്കെയാണെന്നുള്ളത് എഴുതാം. ഇനി ഫയർ ആൻഡ് ഫുഡ് എന്താണ്? തീയും ഭക്ഷണവും. ഡിഡ് ദ ഏർലി ഹ്യൂമൻസ് കുക്ക് ദ ഫുഡ് ഐറ്റംസ് ദേ ഹാഡ് ഒബ്റ്റെയിൻ ത്രൂ ഹണ്ടിങ് ആൻഡ് അതർ മീൻസ്? എന്താണ് ഈ ഹണ്ടിങ്ങിലൂടെ, ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ വേട്ടയാടുക അല്ലെ, അതിലൂടെ മറ്റും ലഭിച്ച ഈ ഭക്ഷ്യവസ്തുക്കൾ ആദിമ മനുഷ്യർ പാകം ചെയ്താണോ കഴിച്ചിട്ടുണ്ടാവുക? അവർ വേവിച്ചിട്ടാണോ കഴിച്ചിട്ടുണ്ടാവുക? നോക്കാം. ഇൻ ഏർലിയർ ടൈംസ് ദേ എയ്റ്റ് ഫുഡ് റോ. അവർ പണ്ടൊക്കെ ആദ്യകാലങ്ങൾ എന്താ, തീയുടെ ഉപയോഗം അറിയാത്തതിനാൽ എന്താണ് ലഭ്യമായ വസ്തുക്കൾ പച്ചയായി തന്നെ അവർ ഭക്ഷിച്ചിരുന്നു. As they did not know the use of fire, but when they learned to use the fire in a controlled manner they started to cook and eat. അല്ലെ, എന്താണ് അവിടെ പറയുന്നത്? ആദ്യകാലങ്ങളിൽ തീയുടെ ഉപയോഗം അറിയാത്തതിനാൽ എന്താണ് ലഭ്യമായ വസ്തുക്കൾ എന്താ പച്ചയായി തന്നെ അവർ കഴിച്ചിരുന്നു, വേവിക്കാതെ തന്നെ ഭക്ഷിച്ചിരുന്നു അല്ലെ. എന്നാൽ തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പരിശീലിച്ചതോടെ അവർ ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങി. തീയിനെ കുറിച്ച് അറിഞ്ഞതോടുകൂടി എന്താണ് തീയെ നിയന്ത്രിക്കാനൊക്കെ കഴിയുന്നതിലൂടെ അവരെന്താക്കി? കുക്ക് ആൻഡ് ഈറ്റ് അല്ലെ, അവര് എന്താണ് വേവിച്ച് കഴിക്കാൻ തുടങ്ങി. ഫയർ നോക്കൂ, പ്രൊഡക്ഷൻ ആൻഡ് കൺട്രോൾ എന്താണ്? തീ ഉൽപാദനവും നിയന്ത്രണവും അല്ലെ. ഹ്യൂമൻസ് ഒബ്സർവ്ഡ് ദാറ്റ് ഫയർ വാസ് പ്രൊഡ്യൂസ്ഡ് വെൻ ദ ഡ്രൈ ബ്രാഞ്ചസ് ഓഫ് ട്രീസ് റബ്ഡ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ or against the surface of rocks. Thus they learned that fire could be made by rubbing dry woods against rocks or by rubbing stones. എന്താണ് ഈ ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിൽ റോക്സിൽ ഉരഞ്ഞും തീ ഉണ്ടാക്കുന്നത് മനുഷ്യർ കണ്ടു. അപ്പൊ ഉണക്കമരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടിമുട്ടിച്ചോ തീ ഉണ്ടാക്കാമെന്ന് അവർ മനസ്സിലാക്കി. ആദിമ മനുഷ്യർ അപ്പം മനസ്സിലാക്കിയത് എങ്ങനെയാണ്? ഈ ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിൽ ഉരഞ്ഞും തീ ഉണ്ടാകുന്ന ആദ്യം മനുഷ്യർ കണ്ടില്ലേ. പിന്നെ ഉണക്കമരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടി മുട്ടിച്ചോ തീ ഉണ്ടാക്കാമെന്ന് അവർ മനസ്സിലാക്കി. നോക്കൂ, യൂസ് ഓഫ് ഫയർ ഫോർ കുക്കിംഗ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ലാൻഡ്മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ ഫുഡ് പാറ്റേൺ. എന്താണ് തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് മനുഷ്യരുടെ ഭക്ഷണ രീതിയിലുണ്ടായ സുപ്രധാന മാറ്റങ്ങളിൽ ഒന്നാണ്. The first cooked food they ate was probably the meat of dead animals in wildfire. അപ്പൊ ഫസ്റ്റ് തന്നെ അവർ എന്തെങ്കിലും എങ്ങനെയാണ് വേവിച്ച ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുക? കാട്ടുതീയിൽപ്പെട്ട് ചത്ത മൃഗങ്ങളുടെ വെന്ത മാംസമായിരിക്കും അവർ കഴിച്ച ആദ്യത്തെ വേവിച്ച ഭക്ഷണം അല്ലെ. അപ്പൊ അത് കഴിച്ചപ്പോൾ ടേസ്റ്റ് തോന്നിയപ്പോ പിന്നെ തീയനെ നിയന്ത്രിക്കാനും ഒക്കെ തുടങ്ങിയ ശേഷം എന്താക്കി അവർ തീയിൽ തന്നെ വേവിച്ച് കഴിക്കാൻ തുടങ്ങി അല്ലെ. ആഫ്റ്റർ ലേണിംഗ് ഹൗ ടു മേക്ക് ആൻഡ് കൺട്രോൾ ഫയർ ദേ ബിഗാൻ ടു കുക്ക് മീറ്റ് ആൻഡ് ഫിഷ്. എന്താണ് ഈ അവർ കഴിച്ച തീ ഉണ്ടാക്കാനും അതിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കാനും പരിശീലിച്ചതോടെ എന്താണ് ഈ മീറ്റ് ഫിഷിനെയൊക്കെ എന്താക്കി ചുട്ടു തിന്നുവാൻ അവർ ആരംഭിച്ചു അല്ലെ. ഗ്രാജുവലി ദേ ബിഗാൻ ടു റോസ്റ്റ് ആൻഡ് ഈറ്റ് റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്. ദാറ്റ് ഈസ് how humans developed the culture of cooking and eating. എന്താണ് അവർ അപ്പൊ എന്താണ് ക്രമേണ വേരുകളും കിഴങ്ങുകളും ചുട്ടു തിന്നാൻ തുടങ്ങി. ഇങ്ങനെയാണ് മനുഷ്യർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത്. അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യർ വേട്ടയാടിയും ശേഖരിച്ചും അന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് നേടിയിരുന്നത്. അന്നൊക്കെ എന്താണ് അന്നേക്കുള്ള ഭക്ഷണം മാത്രമാണ് ഈ മനുഷ്യന്മാർ നേടിയിരുന്നത്. പിൽക്കാലത്താണിത് ഭക്ഷണ സമ്പാദനത്തിൽ എന്താണ് അവർ മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധനായി അല്ലെ. ദ നൊമാഡിക് മാൻ ഹണ്ടഡ് ആൻഡ് ഗ്യാതർഡ് ഓൺലി ദ ഫുഡ് ദേ നീഡഡ് ഫോർ ദ ഡേ. അന്നേക്കുള്ള ഭക്ഷണം മാത്രമായിരുന്നു എന്താണ് അക്കാലത്തെ ആൾക്കാർ ഉപയോഗിച്ചിരുന്നത്. പിന്നെ ലേറ്റർ ദേ വർ ഫോഴ്സ്ഡ് ടു ഫൈൻഡ് സം അതർ മീൻസ് ടു ഒബ്റ്റെയിൻ ഫുഡ്. അതിനുശേഷം പിൽക്കാലത്ത് എന്താക്കി ഒരു ഭക്ഷണ സമ്പാദനത്തിനായി അവർ മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരായി അല്ലെ. വാട്ട് വേർ ദ പോസിബിൾ കണ്ടീഷൻ ദാറ്റ് ഫോഴ്സ്ഡ് ഏർലി ഹ്യൂമൻസ് ഫൈൻഡ് അതർ വേസ് ടു ഒബ്റ്റെയിൻ ഫുഡ്. എന്താണ് എന്തൊക്കെ സാഹചര്യങ്ങളായിരിക്കാം ആദിമ മനുഷ്യരെ ഏർലി ഹ്യൂമൻസിനെ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരാക്കിയത്? സ്കാർസിറ്റി ഓഫ് ഫുഡ് അല്ലെ, ഭക്ഷണത്തിന്റെ ലഭ്യത കുറവ്. റൈസ് ഇൻ പോപ്പുലേഷൻ എന്താണ് ജനസംഖ്യാ വർധനവ്. എൻവയോൺമെന്റൽ ചേഞ്ചസ് പരിസ്ഥിതിയിൽ ഉണ്ടായ മാറ്റങ്ങൾ. ഇതൊക്കെ ആയിരിക്കും എന്തായിരിക്കും ഇതൊക്കെയാണ് മനുഷ്യരെ എന്താണ് ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരാക്കി അല്ലെ. പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയുന്നത് എഴുതാട്ടോ. ഫുഡ് പ്രൊഡക്ഷൻ. ഓവർ എ പീരീഡ് ഓഫ് ടൈം ഹ്യൂമൻസ് സ്റ്റാർട്ടഡ് ഡൊമസ്റ്റിക്കേറ്റിംഗ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഫോർ ദെയർ ഡെയിലി ഫുഡ്. എന്താ ഇവിടെ പറയുന്നത്? കാലക്രമേണ മനുഷ്യർ എന്താക്കി
കാലക്രമേണ മനുഷ്യർ ഭക്ഷണാവശ്യത്തിനായി മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും തുടങ്ങി അല്ലെ. ഓവർ പീരീഡ് ഓഫ് ടൈം ഹ്യൂമൻസ് സ്റ്റാർട്ടഡ് ഡൊമസ്റ്റിക്കേറ്റിംഗ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഫോർ ദെയർ ഡെയിലി ഫുഡ്. എന്താണ് കാലക്രമേണ മനുഷ്യർ എന്താണ് ഡെയിലി ഫുഡിന് വേണ്ടിയിട്ട് അല്ലെ ഭക്ഷണാവശ്യത്തിനായി മൃഗങ്ങളെ എന്താക്കി ഡൊമസ്റ്റിക്കേറ്റിംഗ് ചെയ്യാൻ തുടങ്ങി അല്ലെ, ഇണക്കി വളർത്താനും പിന്നെന്താണ് പ്ലാന്റ്സിനെ ഒക്കെ പരിപാലിക്കാനും ഒക്കെ തുടങ്ങി. ഇനീഷ്യലി ദേ ഡൊമസ്റ്റിക്കേറ്റഡ് ഷീപ്പ് ആൻഡ് ഗോഡ്സ് ഫോർ ഫുഡ്. എന്താണ് ആദ്യത്തിലൊക്കെ അവരെന്താണ് ഈ ഭക്ഷണാവശ്യത്തിനായി അവർ ആദ്യം ഇണക്കി വളർത്തിയത് എന്താണ് ഈ ആട്, ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളായിരുന്നു അല്ലെ. ഭക്ഷണാവശ്യത്തിനായി അവർ ഇണക്കി വളർത്തിയതിനെയാണ് ഷീപ്പിനെയും ഗോഡ്സിനെയും ഒക്കെ ആയിരുന്നു അല്ലെ. നിങ്ങൾ നോക്കൂ, ഡോഗ് വാസ് ദ ഫസ്റ്റ് ആനിമൽ ഡൊമസ്റ്റിക്കേറ്റഡ് ബൈ ഹ്യൂമൻസ്. എന്താണ് മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യൻ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗം ഏതാണ്? ഡോഗാണ് അല്ലെ. സിൻസ് ഡോഗ്സ് വാസ് ഈസിലി ടേമബിൾ, പിന്നെ ദേ were used for watching and hunting. However, with the spread of agriculture, humans started to domesticate other animals for food and other needs. എന്താ അവിടെ പറയുന്നത് നോക്കിയേ. അപ്പം മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗമാണ് എന്ത്? ഡോഗ് അല്ലെ. മനുഷ്യരോട് വേഗം ഇണങ്ങി ചേരാൻ കഴിവുള്ളതിനാൽ വേട്ടയാടലിനും കാവലിനുമായി നായകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു. എന്താണ് മനുഷ്യരോട് വേഗം ഇണങ്ങി ചേരാൻ കഴിവുള്ളതിനാൽ എന്താണ് വേട്ടയാടലിനും കാവലിനുമായി എന്തായി കാവലിന് നായകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു അല്ലെ. കൃഷി വ്യാപകമായതോടെ മറ്റ് മൃഗങ്ങളെയും ഭക്ഷണത്തിനും മറ്റ് ആവശ്യങ്ങൾക്കായി ഇണക്കി വളർത്താൻ തുടങ്ങി അല്ലെ. കൃഷി വ്യാപകമായതോടെ എന്തായി മറ്റ് മൃഗങ്ങളെയും ഭക്ഷണത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഇണക്കി വളർത്താൻ തുടങ്ങി. What were the changes brought about in human life following the domestication of animals and plants? How did they rear plants? എന്താ അവിടെ പറയുന്നത്? മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും ആരംഭിച്ചതിലൂടെ എന്തെല്ലാം മാറ്റങ്ങളാണ് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായത്? എങ്ങനെയാണ് സസ്യങ്ങളെ പരിപാലിച്ചത്? Early humans might have started thinking about agriculture when they noticed seedling. എന്താണ് ഈ ക്വസ്റ്റ്യൻ? എന്താണ്? വാട്ട് വർ ദ ചേഞ്ചസ് ബ്രോട്ട് അബൌട്ട് ഇൻ ഹ്യൂമൻ ലൈഫ് ഫോളോയിങ് ദ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്? ഹൗ ഡിഡ് ദേ റിയർ പ്ലാന്റ്സ്? എന്താണ് മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും ആരംഭിച്ചതിലൂടെ എന്തെല്ലാം മാറ്റങ്ങളാണ് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായത്? എങ്ങനെയാണ് സസ്യങ്ങളെ പരിപാലിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നോക്കൂ അടുത്തത് എന്താണ്? ഏർലി ഹ്യൂമൻസ് മൈറ്റ് ഹാവ് സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് അഗ്രികൾച്ചർ വെൻ ദേ നോട്ടീസ്ഡ് സീഡ്ലിംഗ്സ് സ്പ്രൗട്ടിംഗ് ഫ്രം discarded food items. If the seeds were left on the rock, they would dry out. If put in water, they would get rotten. However, humans learned that seeds germinate in moist and warm soil. Thus, cultivation of crops started. Then the edible plants, roots and the sapling were selected, planted and cultivated. In the early days, wheat, barley, little millet and tubers were cultivated. Humans started agriculture mainly on river banks where the essential water and fertile soil were available. Following this, people who wandered in search of food began to settle near the farms. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ഈ വലിച്ചെറിഞ്ഞ ഭക്ഷണ വസ്തുക്കളിൽ നിന്ന് എന്താക്കി വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളില്ലേ, അതായത് ഇപ്പൊ മാങ്ങ തിന്ന് മാങ്ങന്റെ ആ സീഡ് അല്ലെ, മാങ്ങന്റെ അണ്ടി നമ്മൾ വലിച്ചെറിയും അല്ലെ. അതേപോലെ എന്ത് ഭക്ഷണം സാധനം തിന്നാലും ബാക്കി എന്താണ് നമ്മൾ കളയലാണ് അല്ലെ. അപ്പൊ ആ വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു വരുന്നത് എന്താണ് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആയിരിക്കാം ആദിമ മനുഷ്യർ കൃഷിയെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. അപ്പൊ അത് മുളച്ചു വന്നപ്പോൾ ആയിരിക്കും എന്താണ് ഈ ആദ്യത്തെ മനുഷ്യന്മാരൊക്കെ എന്താണ് ഈ കൃഷിയെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. പാറപ്പുറത്തിട്ടാൽ വിത്ത് ഉണങ്ങിപ്പോകുമെന്നും വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകും, എന്നാൽ ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കുമെന്നും അവർ മനസ്സിലാക്കി. എന്താണ് പാറപ്പുറത്തിട്ടാൽ ഉണങ്ങിപ്പോകുന്നും വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകുന്നൊക്കെ അവരും എന്താണ് എന്നാൽ ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കുമെന്ന് അവർ മനസ്സിലാക്കി. ഇങ്ങനെയാണ് കൃഷി ആരംഭിച്ചത്. തുടർന്ന് ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷത്തൈകളും തിരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യാൻ തുടങ്ങി. പിന്നെ എന്താക്കി അവരത് മനസ്സിലാക്കിയതിന് ശേഷം എന്താക്കി ഭക്ഷ്യയോഗ്യമായ തിന്നാൻ പറ്റുന്ന ചെടികളും അതുപോലെ വേരുകളും വൃക്ഷത്തൈകളൊക്കെ എന്താക്കി തിരഞ്ഞെടുത്ത് നടാനും കൃഷി ചെയ്യാനും തുടങ്ങി. ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങു വർഗ്ഗങ്ങൾ എന്നിവയാണ് എന്ത് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത്. പണ്ടൊക്കെ ആദ്യം എന്താണ് ഈ വീച്ച്, ബാർലി, പിന്നെന്താണ് ലിറ്റിൽ മില്ലറ്റ്, ട്യൂബേഴ്സ് ഇതൊക്കെ ആയിരുന്നു എന്ത് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത്. കൃഷിക്ക് ആവശ്യമായ വെള്ളവും വളക്കൂറുള്ള മണ്ണും പ്രധാനമായും ലഭ്യമായിരുന്നത് എന്താണ് ഈ പുഴേന്റെ ഒക്കെ
തീരത്തായിരുന്നു അല്ലെ മനുഷ്യർ കൃഷി ചെയ്യാൻ അവിടെയാണ് ആരംഭിച്ചത്. ഇതോടെ ഭക്ഷണം തേടി അലഞ്ഞു നടന്നിരുന്ന ഈ മനുഷ്യർ എന്താക്കി, ഈ കൃഷിയിടങ്ങൾക്ക് സമീപത്ത് തന്നെ എന്തായി, സെറ്റിൽഡായി അല്ലെ, സ്ഥിരവാസം ആരംഭിച്ചു. വാട്ട് അഡ്വാൻറ്റേജസ് മൈറ്റ് ദേ ഹാവ് had by settling near the agricultural sites? They could protect the എന്താണ് പറഞ്ഞത്, what advantages might they have had by settling near the agricultural sites? എന്താണ് പറഞ്ഞിരിക്കുന്നത്, കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസമാക്കിയത് കൊണ്ട് അവർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായിരിക്കും, എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും? ഇവര് കൃഷി സ്ഥലത്ത് തന്നെ അഗ്രികൾച്ചറൽ സൈറ്റിൽ തന്നെ സെറ്റിൽ ചെയ്തുകൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജസ് അവർക്ക് ഉണ്ടായിരിക്കുന്നത്? ദേ കുഡ് പ്രൊട്ടക്ട് ദ അഗ്രികൾച്ചറൽ സൈറ്റ് അല്ലെ, കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു. ദർ വാസ് നോ നീഡ് ടു വാണ്ടർ അറൌണ്ട് ഇൻ സെർച്ച് ഓഫ് ഫുഡ്. എന്താണ്, ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല. അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻക്രീസ്ഡ്. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു. ഗോട്ട് മോർ ടൈം ടു റെസ്റ്റ്. എന്താണ്, കൂടുതൽ വിശ്രമ സമയം കിട്ടി. ഇതൊക്കെ എന്താണ്, അവരുടെ അഗ്രികൾച്ചറൽ സൈറ്റിന്റെ അടുത്ത് ഒരു വീട് സെറ്റിൽ ആയതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് ആണ് അല്ലെ. ഹൗ മൈറ്റ് റിവർ ബാങ്ക്സ് ഹാവ് ഹെൽപ്ഡ് ഏർലി ഹ്യൂമൻസ് ടു സെറ്റിൽ? ഡിസ്കസ്. ഈ ഏർലി ഹ്യൂമൻസിന് സ്ഥിരവാസം ഉറപ്പിക്കാൻ നദീതടങ്ങൾ എങ്ങനെയെല്ലാം സഹായകമായിട്ടുണ്ടാകാം, ചർച്ച ചെയ്യാം. Then storage of food items. Early humans gathered their food only for their day-to-day life. But with the advancement of agriculture, humans got more food than they needed. Special facilities were needed to store what was left over after the daily requirements. What would they have used to store excess food? എന്താണ്, ഈ ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണമാണ് ഇനി പറയുന്നത് കേട്ടോ, സ്റ്റോറേജ് ഓഫ് ഫുഡ്. അപ്പൊ ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മൾ ഓരെന്താക്കി സെറ്റിലായി അവിടെ ഉണ്ടാക്കി ആവശ്യമുള്ളതൊക്കെ കഴിച്ച് പിന്നെ ബാക്കി ഉണ്ടാവുമല്ലോ, കുറേ സാധനങ്ങൾ ബാക്കി ഉണ്ടാവും അല്ലെ. അപ്പൊ എന്താക്കിയ സംഭരണം അല്ലെ, സ്റ്റോറേജ് ചെയ്യണം അല്ലെ. അപ്പൊ ആദ്യമേ മനുഷ്യർ അന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് ശേഖരിച്ചിരുന്നത് അല്ലെ. എന്നാൽ കൃഷി പുരോഗതി പ്രാപിച്ചതോടെ മനുഷ്യർക്ക് ആവശ്യമായതിൽ അധികം ഭക്ഷ്യവസ്തുക്കൾ ലഭിച്ചു. ദൈനംദിന ആവശ്യം കഴിഞ്ഞ് ബാക്കിയായവ സൂക്ഷിച്ചു വെക്കുന്നത് പ്രത്യേക സൗകര്യം ആവശ്യമായി വന്നു അല്ലെ. ബാക്കിയായത് എന്താ, സൂക്ഷിച്ചു വെക്കാൻ എന്താണ്, പ്രത്യേക സൗകര്യങ്ങൾ ആവശ്യമായി വന്നു അല്ലെ. ബാക്കിയായ വസ്തുക്കൾ, ഭക്ഷ്യവസ്തുക്കൾ എന്തിലൊക്കെ ആയിരിക്കും അവർ സൂക്ഷിച്ചിട്ടുണ്ടാവുക? പോട്ടറി അല്ലെ, മൺപാത്രങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. പിന്നെ ബാഗ്സ് മെയ്ഡ് ഓഫ് ആനിമൽ സ്കിൻ, മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികളിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. പിന്നെന്താ, ബാസ്ക്കറ്റ് മെയ്ഡ് ഓഫ് ബാംബു റീഡ് അല്ലെ, ബാമ്പുകൾ കൊണ്ട് നിർമ്മിച്ച കൊട്ടകൾ അല്ലെ, അതിനോടൊക്കെ എന്താണ്, അതിനൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടാവും അല്ലെ. ഭക്ഷണ സാധനം കൂടുതൽ ഉള്ളത് അതിലൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടാവും. ഏർലി അഗ്രികൾച്ചറൽ ടൂൾസ് നോക്കൂടെ, ആദ്യകാല കാർഷികോപകരണങ്ങൾ അല്ലെ, അവർ ഉപയോഗിച്ച ഉപകരണങ്ങൾ. The earliest agricultural tools used by humans were sticks, stones, horns and bones. These tools were used to till the soil and sow the seeds. എന്താണ്, പണ്ടൊക്കെ എന്താണ് ഉപയോഗിച്ചിരുന്നത് അവർ അഗ്രികൾച്ചറൽ ടൂൾസ് ആയിട്ട്? സ്റ്റിക്ക് അല്ലെ, കമ്പ്, സ്റ്റോൺ കല്ല്, ഹോൺസ് എന്താണ്, കൊമ്പ്, ബോൺസ് എല്ല് എന്നിവയായിരുന്നത് മനുഷ്യരുടെ ആദ്യകാല അഗ്രികൾച്ചറൽ ടൂൾസ് അല്ലെ, കാർഷിക ഉപകരണങ്ങൾ. മണ്ണിളക്കി വിത്ത് കുഴിച്ചിടാൻ ഈ ഉപകരണങ്ങൾ എന്തായി, സഹായകമായി അല്ലെ. മണ്ണിളക്കി വിത്ത് കുഴിച്ചിടാൻ ഈ ഉപകരണങ്ങളൊക്കെ സഹായകമായി. As we know, the mud brick dissolves in water, but humans understood that if soil is kneaded, molded and baked into pots, water can be collected and boiled in them. In earlier days, pottery was made by kneading clay with hand. As agriculture became widespread, earthenware of various types and sizes were needed to store grains. They were also used for cooking food. The discovery of the wheel to make pottery was a major turning point in human history. This led the spread of pottery. There is evidence of granaries constructed in early times to store food grains. എന്താ ഇവിടെ പറയുന്നത്? ഇവിടെ പറയുന്നത് എന്താണ്, നമുക്കറിയാം എന്ത്, വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകുന്നതാണല്ലോ മൺകട്ട അല്ലെ. വെള്ളത്തിലിട്ടാൽ എന്താണ്, അലിഞ്ഞു പോവും അല്ലെ. വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകുന്നതാണ് ഈ മൺകട്ട അല്ലെ. എന്നാൽ മണ്ണ് കുഴച്ച് പാത്രങ്ങളായി രൂപപ്പെടുത്തി ചുട്ടെടുത്താൽ എന്താ, വെള്ളം ശേഖരിക്കാമെന്നും ചൂടാക്കാമെന്നും മനുഷ്യർ മനസ്സിലാക്കി അല്ലെ. ആദ്യകാലങ്ങളിൽ മനുഷ്യരെന്താക്കി, ആദ്യകാലങ്ങളിൽ കളിമണ്ണ് കുഴച്ച് കൈകൾ കൊണ്ടാണ് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. ആദ്യകാലങ്ങളിൽ എന്താക്കി, കൈകൾ കൊണ്ടായിരുന്നത് മൺപാത്രങ്ങളൊക്കെ നിർമ്മിച്ചിരുന്നത് അല്ലെ. കൃഷി വ്യാപകമായതോടെ ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ പല വലുപ്പത്തിലുള്ള മൺപാത്രങ്ങൾ ആവശ്യമായി വന്നു. ഈ മൺപാത്രങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നതിന് ഉപയോഗിച്ചിരുന്നു. ഈ മൺപാത്രങ്ങൾ എന്താണ്, സൂക്ഷിച്ചു വെക്കാനും അതുപോലെ പാചകം ചെയ്യാനും ഉപയോഗിച്ചിരുന്നു. അവ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചത് എന്താണ്, ഈ ഹ്യൂമൻ ലൈഫിന്റെ ഏറ്റവും വലിയ ഡിസ്കവറിയാണ് അല്ലെ. ഏറ്റവും വലിയ ഒരു ടേണിംഗ് പോയിന്റ് ആണ്, മേജർ ടേണിംഗ് പോയിന്റ് ആണ് അല്ലെ. മനുഷ്യ ചരിത്രത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നത് ഈ ഡിസ്കവറി ഓഫ് ദ വീൽ ടു മേക്ക് പോട്ടറി അല്ലെ.
എന്താണ് ഈ പോട്ടറി ഉണ്ടാക്കാൻ കണ്ടുപിടിച്ച ചക്രം മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു. ഇത് മൺപാത്ര നിർമ്മാണം വ്യാപകമാക്കുന്നതിന് കാരണമായി. ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കുന്നതിനായി പ്രാചീന കാലത്ത് ധാന്യപ്പുരകൾ നിർമ്മിച്ചിരുന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണ്, ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാൻ എന്താണ് ഒരു ഗ്രാനറീസ്, അതിൻ്റെ എവിഡൻസ് കിട്ടിയിട്ടുണ്ട് അല്ലെ. വലിയൊരു ധാന്യപ്പുരകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. ഗ്രാനറി എന്താണ്, ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഓർ ഹാരപ്പൻ civilization was a river valley civilization that existed in ancient India. എന്താണ് പറയുന്നത്, ഈ പ്രാചീന ഇന്ത്യയിൽ, ഏൻഷ്യന്റ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു എന്ത്, ഇൻഡസ് വാലി സിവിലൈസേഷൻ ഓർ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദിസ് സിവിലൈസേഷൻ ഇസ് ദ ഗ്രാനറി. എന്താണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് എന്ത്, ഈ ഗ്രാനറി, ധാന്യപ്പുര, ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ഈ ഇത് അല്ലേ. ദേ വർ ബിൽട്ട് ഓഫ് ബ്രിക്സ്, ഗ്രെയിൻസ് വർ ബ്രോട്ട് ഫ്രം ഡിസ്റ്റന്റ് വില്ലേജസ് ആൻഡ് സ്റ്റോർഡ് ഇൻ ദിസ് ഗ്രാനറീസ്. എന്താണ്, അവ ഇഷ്ടിക കൊണ്ട് എന്താണ് കെട്ടിയുണ്ടാക്കിയതായിരുന്നു. വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യപ്പുരകളിൽ എന്താണ് സൂക്ഷിച്ചു വെച്ചിരുന്നു. ബിഗ് ജാർസ് നെയ്മഡ് ഭരണി ആൻഡ് ലാർജ് വുഡൻ ബിൻസ് നെയ്മഡ് പത്തായം were used in our places to store grains. എന്താ അവിടെ പറയുന്നത് നോക്കൂ, നമ്മുടെ നാട്ടിൽ എന്താണ് ധാന്യങ്ങൾ സംഭരിച്ചു വെക്കുന്നതിനായി ഭരണികൾ, പത്തായങ്ങൾ എന്നിവ പണ്ട് ഉപയോഗിച്ചിരുന്നു. വാട്ട് അതർ ഫുഡ് സ്റ്റോറേജ് മെത്തേഡ് മൈറ്റ് ഹാവ് ബീൻ അഡോപ്റ്റഡ് ദ പീപ്പിൾ ഓഫ് ദാറ്റ് ഏജ്, ആസ്ക് യുവർ എൽഡേഴ്സ് അബൌട്ട് ദം. എന്താണ് ഇവയ്ക്ക് പുറമെ മറ്റെന്തെല്ലാം ഭക്ഷണ സംഭരണ മാർഗങ്ങൾ അന്നത്തെ മനുഷ്യർ സ്വീകരിച്ചെന്നിരിക്കാം, അവയെക്കുറിച്ച് നിങ്ങളെ വീട്ടിലുള്ള മുതിർന്നവരോട് അന്വേഷിച്ച് നോക്കുക കേട്ടോ. വാട്ട് കൈൻഡ് ഓഫ് വെസൽസ് ആർ യൂസ്ഡ് ഇൻ യുവർ ഹോം ഫോർ കുക്കിംഗ് ആൻഡ് സ്റ്റോറിംഗ് ഫുഡ്. ആഹാരം പാകം ചെയ്യുന്നതിനും സംഭരിക്കുന്നതിനും എന്തൊക്കെ പാത്രങ്ങളാണ് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഒന്ന് അന്വേഷിക്കുക. നിങ്ങൾക്കറിയാലോ എന്തൊക്കെ വെസൽസ് ഉപയോഗിക്കുന്നു എന്നുള്ളത്, അത് എഴുതുക കേട്ടോ. ദെൻ അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾ നന്നായി മനസ്സിലാക്കുക. നമ്മളെ പണ്ടത്തെ ആൾക്കാരെ കുറിച്ചിട്ടും അതുപോലെ ഈ മൺപാത്രം ഇങ്ങനെ ഉണ്ടാക്കിയതിനെ കുറിച്ചിട്ടും ഇതൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നന്നായി പഠിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.